കഴിഞ്ഞ ദിവസം ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണേ. ശരിക്കും പറഞ്ഞാൽ ചുമ്മാ എന്ന് പറഞ്ഞാൽ അത് നുണയാവും. ക്രിസ്മസിൻ്റെ കിടുതാപ്പുകൾ തപ്പുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. കുറച്ച് ദിവസമായി ക്രിസ്മസ് സാധനം തപ്പി നടക്കാൻ തുടങ്ങിയിട്ട്. ശരിക്കും പറഞ്ഞാൽ മനസ്സിന് പിടിച്ച കുറേ സാധനങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ തപ്പാൻ പോകും. മനസ്സിന് പിടിച്ചത് കിട്ടിയിട്ടില്ല എന്നല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മനസ്സിന് പിടിച്ചതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മനസ്സിന് പിടിക്കുമ്പം കാശിന് പിടിക്കുകയില്ല, കാശിന് പിടിക്കുമ്പം മനസ്സിന് പിടിക്കുകയില്ല. ഇത് രണ്ടും കൂടെ പറ്റിയത് നമുക്കൊട്ടും കിട്ടത്തുമില്ല. ആ ഒരവസ്ഥയായിരുന്നു. ഭയങ്കര ഹൈഫൈ സാധനം വേണം, കണ്ടാൽ നല്ല ക്വാളിറ്റി വേണം, പക്ഷേ കാശ് അധികം ആകാനും പാടില്ല. അങ്ങനെ പറഞ്ഞാൽ എവിടെ വെക്കും അല്ലേ? അങ്ങനെ നമ്മൾ പോയതായിരുന്നു ഹോം സെൻറ്ററിൽ. നമ്മൾ എല്ലാ വർഷവും ഹോം സെൻറ്ററിൽ നിന്ന് തന്നെ ആ സാധനം വാങ്ങിക്കും. അങ്ങനെ ഹോം സെൻറ്ററിൽ നമുക്കിഷ്ടമുള്ള സാധനങ്ങളും കിടുതാപ്പുകളും എല്ലാം തപ്പിപ്പെറുക്കി വാങ്ങിച്ചു കൂട്ടുമായിരുന്നു കേട്ടോ. അങ്ങനെ തപ്പി പോയപ്പം ഞാനൊരു സാധനം കണ്ടു. ശരിക്കും പറഞ്ഞാലേ ഞാൻ പണ്ട് തൊട്ട് ഇത് വാങ്ങിക്കണമെന്നൊന്ന് വിചാരിച്ചിരുന്നതാണ്. ഇതെൻ്റെ മനസ്സിൽ കയറി കൂടിയിട്ട് നാൾ കുറേയായി. പക്ഷെ അന്നൊന്നും സൗകര്യം ഒത്തില്ല. എന്താണെന്നല്ല ഈ വലിയ സാധനമൊന്നും അല്ലെന്നേ. ഇത് ഈ ഒരു സാധനം എൻ്റെ മമ്മി പണ്ട് എപ്പോഴും എന്നോട് പറയുന്നു, ഓ നീ പിന്നെ സ്വർണ്ണക്കരണ്ടിയിലാണല്ലോ തിന്നുകൊണ്ടിരുന്നതെന്ന്. മമ്മി, എനിക്ക് മമ്മിയോട് പറയാനൊന്നേ ഉള്ളൂ, ഇപ്പം ഈ 2 സാധനം ഞാനങ്ങ് വാങ്ങിച്ചു. ഏത്? സ്വർണ്ണക്കരണ്ടി. എനിക്ക് മമ്മിയോട് ഇത്രേ പറയാനുള്ളൂ, വെറുതെ മനുഷ്യനെ വാശി കയറ്റിയേക്കരുത്. ഇനി മേലാ പറഞ്ഞു വന്നേക്കരുത്, ഓ പണ്ട് നീ സ്വർണ്ണക്കരണ്ടിയിലാണല്ലോ തിന്നുകൊണ്ടിരുന്നതെന്ന്. അന്ന് തിന്നില്ലെങ്കിൽ എന്താ, ഇപ്പം ഞാൻ തിന്നാൻ 2 സ്വർണ്ണക്കരണ്ടി സ്വന്തമായിട്ട് അങ്ങ്. ഇനി മമ്മിക്ക് പള്ളിയിലൊക്കെ പോകുമ്പോൾ മമ്മിയുടെ കൂട്ടുകാരി സംഘത്തിനോട് അഭിമാന പുരസ്കാരം പറയാം, സ്വന്തമായി 2 സ്വർണ്ണക്കരണ്ടി ഉള്ളവളാണ് എൻ്റെ മകൾ എന്ന്.